മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ തന്നെ പാമ്പുകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. കോഴിയെ കൊന്ന ദൈവം പ്രസാദിക്കും, പാമ്പിനെ കൊന്ന ദൈവം കോപിക്കും എന്ന വാദത്തോടും താല്പര്യമില്ല. പാമ്പ് പൈശാചികതയുടെ പ്രതീകമാണെന്ന് വാദിച്ച് നടക്കുന്ന മതവാദികൾ ഇവിടെയുണ്ട്. പാമ്പിനെ കൊന്നാൽ കുടുംബം മുടിഞ്ഞു പോകുമെന്ന് പറയുന്നവരും ഇവിടെയുണ്ട്. പന്നി എന്ന ജീവിയെ വെറുക്കുന്നവരിവിടെയുണ്ട്. പന്നിയെ ആരാധിക്കുന്നവരുമുണ്ട്. പന്നിയെ കൊന്ന് തിന്നുന്നവരും ഇവിടെയുണ്ട്. വിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യമില്ലാതെ ചോറുണ്ണാത്തവരാണ് ഇവിടെ അധികവും. കൊന്നാൽ ഒരു പാവവുമില്ല, കൊല്ലണം, അത് നമുക്ക് നിർബന്ധമാണ്. പോത്തിനെ തിന്നുകൊണ്ട് ആനപ്രേമം പറയുന്നവരും ഇവിടെയുണ്ട്. ശവം തിന്നുകൊണ്ട് തന്നെ ആനയുടെ മുകളിൽ ആള് കയറുന്നേ എന്ന് കരയുന്നവരും ഇവിടെയുണ്ട്. ദൈവനിന്ദ എന്ന് പറഞ്ഞ് മനുഷ്യനെ കൊന്നാലും അതിൽ ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കുന്നവരും ഇവിടെയുണ്ട്. യുദ്ധങ്ങൾ, ഈ കൂട്ടക്കുരുതികൾ, അതെല്ലാം ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ജീവനും ഒരുപോലെയാണ്. മനുഷ്യൻ്റേതായാലും അത് പട്ടിയുടേതായാലും പൂച്ചയുടേതായാലും കോഴിയുടേതായാലും ആനയുടേതായാലും പോത്തിൻ്റേതായാലും പന്നിയുടേതായാലും പാമ്പിൻ്റേതായാലും അത് ഏത് രാജ്യക്കാരൻ്റേതായാലും ഒരു രീതിയിലും നീതിയും ന്യായവും ഇല്ലാത്ത ഇത് വല്ലാത്തൊരു വിചിത്ര ലോകമാണ്.